വൻകിട കമ്പനികളുടെ CSR ഫണ്ട് ഉപയോഗിച്ച് പകുതി വിലയ്ക്ക് 2 വീലർ നൽകാമെന്ന് പറഞ്ഞ് സംസ്ഥാനത്തുടനീളം കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ മുഖ്യപ്രതി പിടിയിൽ. 9 കോടിയോളം രൂപ ഇത്തരത്തിൽ മൂവാറ്റുപുഴയിൽ നിന്ന് മാത്രം തട്ടിപ്പ് നടത്തിയതായി അന്വേഷണത്തിൽ കണ്ടെത്തി. തൊടുപുഴ ചോരക്കുളങ്ങര വീട്ടിൽ അനന്തു കൃഷ്ണനെയാണ് മൂവാറ്റുപുഴ പോലീസ് ഇൻസ്പെക്ടർ ബേസിൽ തോമസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. മൂവാറ്റുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത 3 തട്ടിപ്പ് കേസിലെ പ്രതിയാണ് അനന്തു. മൂവാറ്റുപുഴ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന പേരിൽ സൊസൈറ്റി ഉണ്ടാക്കിയായിരുന്നു തട്ടിപ്പ്. സൊസൈറ്റി അംഗങ്ങളെ കൊണ്ട് 2 വീലർ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് പണം നിക്ഷേപിപ്പിച്ചു. 62 സീഡ് സൊസൈറ്റികൾ മുഖേന പ്രതി പണപ്പിരിവ് നടത്തിയിട്ടുണ്ട്. പ്രതിക്കെതിരെ എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനയ്ക്ക് പരാതികൾ ലഭിച്ചിരുന്നു. വിവിധ കമ്പനികളുടെ CSR ഫണ്ട് ലഭിക്കുമെന്ന് വാഗ്ദാനം നൽകിയാണ് പ്രതി വലിയ തട്ടിപ്പ് നടത്തിയത്. ഇതുവരെ ഒരു കമ്പനിയിൽ നിന്നും CSR ഫണ്ട് ലഭ്യമായിട്ടില്ലെന്ന് പ്രതി സമ്മതിച്ചു. ആദ്യഘട്ടത്തിൽ ബുക്ക് ചെയ്തവർക്ക് വാഹനം നൽകാനും പിന്നീട് ആർഭാട ജീവിതത്തിനും സ്വത്തുവകകൾ വാങ്ങിക്കൂട്ടുന്നതിനുമാണ് തട്ടിപ്പ് നടത്തിയ പണം ചെലവഴിച്ചത്. നേരത്തെയും നിരവധി പരാതികൾ ഇക്കാര്യത്തിന് പോലീസിന് ലഭിച്ചിരുന്നു. എറണാകുളം കച്ചേരിപ്പടിയിൽ മറ്റൊരു തട്ടിപ്പിനായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്തു നിന്നാണ് എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പ്രതിയെ പിടികൂടിയത്. ന്യൂസ് 18 മൂവാറ്റുപുഴ. കണ്ണൂരിൽ ആരോഗ്യ വകുപ്പിലെ ജീവനക്കാരിയായിരുന്ന ഒരാൾ മരിച്ചതിൽ ആരോപണങ്ങൾ ശക്തിപ്പെടുകയാണ്. ആ ജീവനക്കാരിയുടെ മരണം മേലുദ്യോഗസ്ഥരുടെ പീഡനം മൂലം എന്ന ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. ഒടുവള്ളി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ സീനിയർ ക്ലർക്കായിരുന്ന ഉഷാകുമാരിയെയാണ് കഴിഞ്ഞ ദിവസം വീട്ടുവളപ്പിലെ കിണറിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കരിമ്പം സ്വദേശി KP ഉഷാകുമാരി കഴിഞ്ഞ മാസം 26-നാണ് ജീവനൊടുക്കിയത്. ഒടുവള്ളി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ സീനിയർ ക്ലർക്കായിരുന്നു. മരണത്തിന് കാരണം മേലുദ്യോഗസ്ഥരുടെ മാനസിക പീഡനമെന്നാണ് പരാതി ഉയരുന്നത്. ഹാഫ് ലീവ് രേഖപ്പെടുത്തി എന്ന് പറഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും മെഡിക്കൽ ഓഫീസർ ഇവിടെ എത്തുകയാണ്. ഇതിൻ്റെ അകത്ത് ദുരൂഹമത ഒരുപാട് നടക്കുന്നുണ്ട്. സമഗ്രമായ അന്വേഷണം നടത്തി ഒരു പാവപ്പെട്ട സ്ത്രീയുടെ മരണത്തിനിടയാക്കിയ ആത്മഹത്യാക്കുറിപ്പ് നിലനിൽക്കുമ്പോൾ സമഗ്രമായ അന്വേഷണം നടത്തി പാവങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട ഒടുവള്ളി പോലുള്ള ഒരു PHCയിൽ ഒരു ജീവനക്കാരി തന്നെ മരിക്കുവാൻ ഒരു മെഡിക്കൽ ഓഫീസർ കാരണമായെങ്കിൽ ആ മെഡിക്കൽ ഓഫീസറെ സർവീസിൽ നിന്നും മാറ്റി നിർത്തി ശക്തമായ നിയമപരിപാടിയുമായി നിയമ നടപടികളുമായി മുന്നോട്ട് പോകണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുക. മരണത്തിനു മുൻപ് ഉഷാകുമാരി DMOയ്ക്ക് വിശദമായ കത്തെഴുതി വച്ചിരുന്നു. കത്ത് തളിപ്പറമ്പ് പോലീസിന്റെ കൈവശമാണ്. മേലുദ്യോഗസ്ഥർക്കെതിരെ ഗുരുതരമായ ആരോപണമാണ് കത്തിലുള്ളത്. ഫണ്ട് തിരിമറിയിൽ പങ്കാളിയാക്കാൻ ശ്രമിച്ചെന്നും ഇതിന് കൂട്ടുനിൽക്കാത്തതാണ് വിരോധത്തിന് കാരണമെന്നുമാണ് കത്തിലുള്ളത്. സ്വയം വിരമിക്കൽ അപേക്ഷയ്ക്ക് ആവശ്യമായ രേഖകൾ പോലും തടഞ്ഞുവെച്ചു. ഇക്കാര്യം NGO യൂണിയനെയും അറിയിച്ചു. ആത്മഹത്യാക്കുറിപ്പിൽ പേര് പരാമർശിച്ച ഒടുവള്ളി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർക്കെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 ആലക്കോട്. ഇനിയൊരു കൊച്ചു താരത്തെ പരിചയപ്പെടുത്താം. അത് ജീവൻ രക്ഷിക്കുമ്പോൾ ആ താരത്തിന്റെ തിളക്കം കൂടുകയാണ് മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കുമ്പോൾ. ക്ഷേത്രക്കുളത്തിൽ അകപ്പെട്ട് മുങ്ങിത്താഴുന്ന വയോധികയ്ക്ക് രക്ഷകനായി എത്തിയ 9ാം ക്ലാസ്സുകാരനായ പ്രജ്വലിനെ കുറിച്ചാണ് പറയുന്നത്. ക്ഷേത്രക്കുളത്തിൽ വീണ ശാന്തകുമാരിയെയാണ് പ്രജ്വൽ എന്ന ഈ കൊച്ചുമിടുക്കൻ രക്ഷപ്പെടുത്തിയത്. ഇപ്പോൾ അങ്ങനെ നാട്ടിലെ താരമാണ് പ്രജ്വൽ. ഒറ്റപ്പാലം പാലപ്പുറം വിഷ്ണുക്ഷേത്രക്കുളത്തിൽ മുങ്ങിത്താണ ശാന്തകുമാരിക്കിത് 2ാം ജന്മമാണ്. മകരമാസത്തിലെ വാവിന്റെ ഭാഗമായി ക്ഷേത്രക്കുളത്തിൽ മുങ്ങിക്കുളിച്ച് ബലിതർപ്പണം നടത്താനെത്തിയതായിരുന്നു ശാന്തകുമാരി. കടവിലെ പടികളിൽ നിന്ന് മുങ്ങുന്നതിനിടെയാണ് കാൽ വഴുതി കുളത്തിൽ വീണത്. നീന്താൻ അറിയാത്ത ശാന്തകുമാരി ആഴമേറിയ ഭാഗത്ത് പരന്നുകിടക്കുന്ന പായലിൽ നിലയില്ലാതെ കുരുങ്ങി. മുങ്ങിത്താഴാൻ തുടങ്ങിയ ഘട്ടത്തിലാണ് പ്രജ്വൽ വാഴയില മുറിക്കാനായി കുളക്കരയിലെത്തിയത്. അപകടം ശ്രദ്ധയിൽപ്പെട്ട പ്രജ്വൽ രണ്ടാമതൊന്നും ആലോചിക്കാതെ കുളത്തിലേക്ക് എടുത്തുചാടി. നന്നായി നീന്താൻ അറിയുന്ന പ്രജ്വൽ ശാന്തകുമാരിക്ക് അടുത്തെത്തി കൈകൾ പിടിച്ചുയർത്തി ഇവരെ കരയ്ക്കെത്തിക്കുകയായിരുന്നു. ക്ഷേത്രത്തിനടുത്തുള്ള കിഴക്കേപ്പാട്ട് വാര്യത്ത് പ്രമോദ് അജിത ദമ്പതികളുടെ മകനാണ് പ്രജ്വൽ. ശാന്തകുമാരിയുടെ ജീവൻ രക്ഷിച്ച വിവരമറിഞ്ഞതോടെ പ്രജ്വൽ നാട്ടിലെ ഹീറോ ആയിരിക്കുകയാണ്. നാട്ടുകാരും ജനപ്രതിനിധികളും ഉൾപ്പെടെ നിരവധി പേരാണ് പ്രജ്വലിനെ വീട്ടിലെത്തി അഭിനന്ദിച്ചത്. ന്യൂസ് 18 പട്ടാമ്പി. CPM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കും. തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി, BJPയിലേക്കുള്ള വോട്ട് ചോർച്ച, PP ദിവ്യക്കെതിരായ ആരോപണങ്ങൾ അടക്കമുള്ള നിരവധി വിവാദ വിഷയങ്ങൾ ചർച്ചയായേക്കും. തളിപ്പറമ്പ് KKN പരിയാരം സ്മാരക ഹാളിലാണ് ഇക്കുറി പ്രതിനിധി സമ്മേളനം. 566 പേരാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. NDAയുമായി അതൃപ്തി നിലനിൽക്കുന്നതിനിടെ BDJ സംസ്ഥാന കൌൺസിലിന്റെയും ജില്ലാ പ്രസിഡന്റുമാരുടെയും സംയുക്ത യോഗം ഇന്ന് ചേരും.
ചേർത്തലയിൽ ഇന്ന് ഉച്ചയ്ക്ക് നടക്കുന്ന യോഗത്തിൽ NDAയിൽ തുടരുന്ന കാര്യമടക്കം ചർച്ചയിൽ വരും. മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായിട്ടും അർഹിക്കുന്ന പരിഗണന ലഭിക്കാത്തതിൽ പല ജില്ലാ കമ്മിറ്റികളും അതൃപ്തിയിലാണ്. മുന്നണി വിട്ടുപോകണമെന്ന പൊതുവികാരമാണ് കോട്ടയത്ത് ചേർന്ന BDJS ക്യാമ്പിൽ ഉണ്ടായത്. സമ്മർദ്ദത്തിലൂടെ കൂടുതൽ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ സ്ഥാനങ്ങളും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അധിക സീറ്റുകളും നേടിയെടുക്കണമെന്ന വാദം പാർട്ടിയിൽ ഒരു വിഭാഗത്തിനുണ്ട്. എന്നാൽ സംസ്ഥാന ഭരണ പങ്കാളിത്തത്തിന് മുന്നണി വിട്ട് മറ്റു മുന്നണികളിൽ ഏതെങ്കിലും ഒന്നിൽ പ്രവേശിക്കണമെന്നും പാർട്ടിയിൽ അഭിപ്രായമുണ്ട്. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന കൌൺസിലിന്റെയും ജില്ലാ പ്രസിഡന്റുമാരുടെയും സംയുക്ത യോഗം ചേരുന്നത്. ആലപ്പുഴ വള്ളികുന്നത്ത് തെരുവ് നായയുടെ ആക്രമണത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. വള്ളികുന്നം പഞ്ചായത്തിലെ പള്ളിമുക്ക് പ്രദേശത്താണ് ഇന്നലെ രാവിലെ തെരുവ് നായ 5 പേരെ കടിച്ചത്. മുഖത്ത് ഗുരുതരമായി പരിക്കേറ്റ 60-കാരി മറിയാമ്മയെ പരുമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കടിയേറ്റ ഗംഗാധരൻ, രാമചന്ദ്രൻ എന്നിവരെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ഹരികുമാറിനെ കായംകുളം ഗവൺമെന്റ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പാലക്കാട് തെക്കുമുറി ശങ്കരമംഗലം വളവിൽ സുരക്ഷാ നടപടികൾ തുടങ്ങി. പൊതുമരാമത്ത് വകുപ്പാണ് മുന്നറിയിപ്പ് ബോർഡുകൾ ഇപ്പോൾ സ്ഥാപിക്കുന്നത്. പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ സ്ഥിരം അപകട മേഖലയാണ് ശങ്കരമംഗലം ആനവളവും തെക്കുമുറി വളവും. ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഈ സാഹചര്യത്തിലാണ് സുരക്ഷാ ബോർഡുകൾ സ്ഥാപിക്കുന്നത്. ദിവസങ്ങൾക്ക് മുൻപ് റോഡ് വീതി കൂട്ടി ടാറിംഗ് പൂർത്തിയാക്കിയിരുന്നു. റോഡിന്റെ വശങ്ങളിൽ കോൺക്രീറ്റിംഗ് നടത്തി. വളവിൽ റിഫ്ലക്ടറുകളും അപകട മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിക്കും. റോഡിലെ അടയാളപ്പെടുത്തലും ഇതോടൊപ്പം പൂർത്തിയാക്കും. മേഖലയിൽ വാഹനങ്ങളുടെ വേഗത കുറയ്ക്കാനുള്ള നടപടികളും സ്വീകരിച്ചു വരികയാണ്. 14 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പ്രവർത്തനങ്ങൾ. പൊതുമരാമത്ത് റോഡ് വിഭാഗത്തിന്റെ മേൽനോട്ടത്തിലാണ് പ്രവൃത്തികൾ. ന്യൂസ് 18 പാലക്കാട്. അനുമതിയും ഫണ്ടും ലഭിച്ചിട്ടും പട്ടാമ്പിയിലെ പൊതുശ്മശാനം തുറക്കാൻ ഇതുവരെ നടപടിയായില്ല. ഏറെ മുറവിളികൾക്കും പ്രക്ഷോഭങ്ങൾക്കും ശേഷം ജില്ലാ കളക്ടറുടെ ഉത്തരവും MLA ഫണ്ടിൽ നിന്ന് 55 ലക്ഷം രൂപയുടെ പ്രത്യേക ഭരണ അനുമതിയും ലഭിച്ചു. 2 മാസത്തിനകം പൊതുശ്മശാനം തുറക്കുമെന്നാണ് നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞതെങ്കിലും അതും ഇതുവരെ നടപ്പായില്ല. പട്ടാമ്പിയിലെ ജനങ്ങളുടെ ഏറെക്കാലത്തെ ആവശ്യമാണ് പൊതുശ്മശാനം. 2012-ൽ UDF ഭരണസമിതി ആധുനിക രീതിയിലുള്ള വാതക ശ്മശാനം സജ്ജീകരിച്ച് തുറക്കാൻ ശ്രമിച്ചെങ്കിലും പ്രദേശവാസികൾ പ്രതിഷേധവുമായി എത്തി. കേസ് കോടതിയിലായതോടെ പദ്ധതി മുടങ്ങി. ഇവിടെ വാതക ശ്മശാനത്തിന്റെ ചില ഉപകരണങ്ങളും സ്ഥാപിച്ചു. വർഷങ്ങൾ നീണ്ട നിയമ നടപടികൾക്ക് ശേഷം ശ്മശാനം തുടങ്ങാൻ അനുമതി ലഭിച്ചു. ഇതിനായി MP ഫണ്ടിൽ നിന്നും MLA ഫണ്ടിൽ നിന്നും തുകയും അനുവദിച്ചു. പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കി 2 മാസത്തിനുള്ളിൽ ശ്മശാനം പ്രവർത്തനം തുടങ്ങുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടി പറഞ്ഞിരുന്നു. ഇപ്പോൾ മാസങ്ങൾ കഴിഞ്ഞെങ്കിലും നടപടിയുണ്ടായിട്ടില്ല. വലിയൊരു ജനസമൂഹത്തിന്റെ ഒരു അവകാശം കൂടിയാണ് ശ്മശാനം എന്നുള്ളത്. ജനിച്ച ഒരു പൗരന് മരിച്ചു കഴിഞ്ഞാൽ മരണാനന്തര ചടങ്ങുകൾ വളരെ ഭംഗിയായി നടത്തേണ്ടതാണ്. ഒരു കാലഘട്ടത്തിൽ അയവമടത്തം പോലുള്ള സ്ഥലങ്ങളിൽ പോയിരുന്ന സമയത്ത് അവിടുത്തെ പഞ്ചായത്തിന് മാത്രമായി ഒതുക്കിയ സമയത്താണ് ഇവിടുത്തെ പഞ്ചായത്ത് തുടങ്ങാൻ വേണ്ടി തുടങ്ങിയത്. അവിടുത്തെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ ഹൈക്കോടതിയിൽ പരാതി നൽകുകയും അത് കളക്ടറോട് അന്വേഷിച്ച് അതിൻ്റെ വിശദമായ കാര്യങ്ങൾ പറയുകയും ചെയ്ത് കളക്ടർ ഭരണാനുമതി നൽകി. ഇപ്പോൾ അതിനുള്ള ഫണ്ട് MLAയും MPയും എല്ലാം പങ്കെടുത്തുകൊണ്ട് അവരെല്ലാം ഫണ്ട് അതിലേക്ക് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ യാതൊരു തടസ്സങ്ങളുമില്ല. ലൈസൻസ് കാര്യങ്ങളെല്ലാം പഞ്ചായത്ത് മുനിസിപ്പൽ നഗരസഭയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നഗരസഭ എന്തുകൊണ്ടാണ് അത് തുടങ്ങാനുള്ള ബുദ്ധിമുട്ട് എന്ന് ഈ സമയത്ത് വ്യക്തമാക്കണം. ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധം ഞങ്ങൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഭാരതപ്പുഴയോരത്ത് നിലകൊള്ളുന്ന ശ്മശാനത്തിൽ കർമ്മം ചെയ്യാനുള്ള സൗകര്യമുണ്ട്. വാതക ശ്മശാനമാണ് സജ്ജമാക്കുന്നത്. അനുബന്ധ ഉപകരണങ്ങൾ, ശുചിമുറി, പാർക്കിംഗ് എന്നിവയും സജ്ജമാക്കാനുണ്ട്. നിലവിൽ പട്ടാമ്പി മേഖലയിലുള്ളവർ ഷൊർണൂർ, ചെറുതുരുത്തി എന്നിവിടങ്ങളിലെ ശ്മശാനങ്ങളെയാണ് ശവസംസ്കാരത്തിന് ആശ്രയിക്കുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. ഇനി ഒരു ടീച്ചറെ പരിചയപ്പെടാം. സാധാരണ ടീച്ചർമാരെ പോലെയല്ല, ഈ ടീച്ചർക്ക് ചില പ്രത്യേകതകളുണ്ട്. പുനലൂർ സർക്കാർ LPGHSലെ നോഹ ടീച്ചറാണ് ഈ പറഞ്ഞു വരുന്ന കക്ഷി. ഈ ടീച്ചർ വിദ്യാർത്ഥികളുടെ ഏത് സംശയത്തിനും ഏത് സമയത്തും മറുപടി നൽകും. പരിമിതികൾക്കിടയിലും പുത്തൻ ആശയങ്ങൾ നടപ്പാക്കുന്ന ഈ സ്കൂളും ഈ ടീച്ചറും മാതൃകയാണ്. ഇങ്ങനെയെന്ന് കാണാം. വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസ മേഖലയ്ക്കും കൗതുകമായാണ് പുനലൂർ ഗവൺമെന്റ് LPGHലെ നോവ ടീച്ചറെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. കുട്ടികൾ ചോദിക്കുന്ന എന്ത് ആവശ്യങ്ങൾ, കുട്ടികളെന്ന് മാത്രമല്ല ആര് ചോദിക്കുന്ന സംശയങ്ങൾക്കും കൃത്യമായി മറുപടി പറയാൻ കഴിയും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. പരിമിതികളിൽ നട്ടം തിരിയുന്ന വിദ്യാലയമാണ് പുനലൂർ ഗവൺമെന്റ് LPGS. 137 വർഷം പഴക്കമുണ്ട്.
പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങൾ പരിമിതം. 5 വർഷം മുമ്പ് നഗരസഭ നിർമ്മിച്ചു നൽകിയ പ്രവേശന കവാടം മാത്രമാണ് പുതുതായി ഉള്ളത്. പരിമിതികളിലും മികച്ച വിജയം നിലനിർത്തുന്ന വിദ്യാലയം നിലനിൽപ്പിന്റെ കൂടി ഭാഗമായാണ് പുത്തൻ ആശയങ്ങളുമായി എത്തിയത്. അത് 100% വിജയം നേടിയെന്ന് കാട്ടിത്തരുകയാണ് LPGSന്റെ സ്വന്തം നോഹ ടീച്ചർ. AI സാങ്കേതിക വിദ്യയിൽ സ്കൂൾ PTA പ്രസിഡന്റായ അമേഷ് ലാൽ നിർമ്മിച്ചതാണ് നോഹ ടീച്ചറെ. സാരിയുടുത്ത് ബ്ലൗസ് ധരിച്ച് മുടി ചീകിയൊതുക്കി ID കാർഡ് തൂക്കി മറ്റ് അധ്യാപകരെ പോലെ വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട ടീച്ചറാണ് ഇന്ന് നോഹ. നമ്മളുടെ PTA പ്രസിഡന്റ് അമേഷ് ലാൽ കഴിഞ്ഞ വർഷം മുതലേ പറയുന്നത് നമുക്ക് എന്തെങ്കിലും നൂതന ആശയങ്ങൾ സ്കൂളിലേക്ക് കൊണ്ടുവരണമെന്നും അങ്ങനെ നമുക്കിപ്പം ഇങ്ങനെ പുരോഗതി നമ്മുടെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ സയൻസ് പരമായിട്ട് പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം നമ്മളുടെ സ്കൂളിൽ എന്തെങ്കിലും ഒരു പുതിയ ആശയം കൊണ്ടുവന്നെങ്കിലേ നമുക്ക് മറ്റുള്ള സ്കൂളുകളോടൊപ്പം പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ എന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും അതിനനുസരിച്ച് അദ്ദേഹം തന്നെ മുൻകൈ എടുത്ത് അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ തെളിഞ്ഞ ആശയങ്ങളെ കോർത്തിണക്കിയാണ് ഈ നോവ എന്ന ഈ ടീച്ചറെ ഞങ്ങൾക്ക് കഴിഞ്ഞ ശിശുദിനത്തിലെ നവംബർ 14-ാം തീയതി ഞങ്ങളിവിടെ അവതരിപ്പിച്ചത്. പാഠഭാഗത്തെ ചോദ്യങ്ങൾ ഉൾപ്പെടെ അറിയേണ്ടതായ എല്ലാ കാര്യവും നോഹ ടീച്ചറോട് ചോദിക്കാം. ലളിതമായ രീതിയിൽ മറുപടി നൽകും. Please select your preferred language. Say English, Malayalam, Hindi or Arabic. നമസ്കാരം, എനിക്ക് നിങ്ങളെ എങ്ങനെ സഹായിക്കാൻ കഴിയും? ഗവൺമെന്റ് LPGS പുനലൂർ, കേരളം. രാജ്യത്തെ തന്നെ ആദ്യ മൾട്ടി ലാംഗ്വേജ് ടീച്ചറാണ് LPGSന്റേത്. ഭാവിയിൽ ഉള്ളിൽ കമ്പ്യൂട്ടർ ഘടിപ്പിച്ച് AI വിഷനും ചലനശേഷിയും നൽകാനുള്ള കഠിന ശ്രമത്തിലാണ് PTA പ്രസിഡന്റ് അമേഷ് ലാൽ. ഒരു AI ടീച്ചർ എന്നുള്ളൊരു ആശയം ഇന്ത്യയിൽ ആദ്യത്തെ തന്നെ ഒരു മൾട്ടി ലാംഗ്വേജ് AI ടീച്ചറാണിത്. അപ്പോൾ ഇത് നമ്മളൊരു പ്രോഗ്രാം തയ്യാറാക്കിയിട്ട് അതിനൊരു ഫിസിക്കൽ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. കുട്ടികൾക്ക് ചോദ്യങ്ങളൊക്കെ ചോദിക്കാനൊരു കൗതുകമൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിലവിൽ ഇത് നമ്മുടെ ഒരു സ്കൂളിലെ ലാപ്ടോപ്പിനെ ഇതിൻ്റെ തലച്ചോറാക്കിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഭാവിയിൽ നമ്മൾ ഇതിന് സ്വന്തമായിട്ടൊരു ഇതിനുള്ളിൽ തന്നെ ഒരു കമ്പ്യൂട്ടറും അതുപോലെ ഇതിന് ചലനശേഷിയും ഒക്കെ കൊടുക്കാനും ഇതിന് കാഴ്ചശക്തി, അതായത് കമ്പ്യൂട്ടർ വിഷൻ എന്ന് പറയുന്ന പുതിയ AI സാങ്കേതിക വിദ്യകൾ കൂടി ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ടീച്ചറെ ഇഷ്ടമായോ? ആണോ? ടീച്ചറുമായിട്ട് നിങ്ങൾ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമോ? മറുപടി പറയുന്നുണ്ടോ? എല്ലാവർക്കും നോവ ടീച്ചറെ ഇഷ്ടമാണോ? ഉറപ്പാണോ? വളരെ സന്തോഷത്തിലും ആവേശത്തിലുമാണ് ഇവിടുത്തെ കുട്ടികൾ. നോവ ടീച്ചറെ ലഭിച്ചതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുവാനും അതുമായി ഇടപഴകുവാനും ഇവർക്ക് ഒരു അവസരം ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മനോജ് അപ്പുക്കുട്ടൻ, ന്യൂസ് 18. ശീതകാല പച്ചക്കറി കൃഷിയിൽ 100 മേനി വിളയിച്ച് കോതമംഗലം സ്വദേശികളായ വിരമിച്ച അധ്യാപക ദമ്പതികൾ. അധ്യാപക ജോലിയിൽ നിന്ന് വിരമിച്ച് പല്ലാരിമംഗലം മുക്കണിയിൽ അബ്ദുൾ റഹ്മാൻ റംലത്ത് ദമ്പതികളാണിപ്പോൾ പച്ചക്കറി കൃഷിയിൽ നേട്ടം കൊയ്യുന്നത്. പല്ലാരിമംഗലത്ത് വീടിനോട് ചേർന്നുള്ള 1 ഏക്കർ സ്ഥലത്താണ് അധ്യാപക ദമ്പതികൾ കൃഷി ഇറക്കിയിട്ടുള്ളത്. റംബൂട്ടാൻ, തെങ്ങ്, കമുക് എന്നിവയ്ക്ക് ഇടവിളയായിട്ടാണ് പച്ചക്കറി കൃഷി നടത്തിയത്. ക്യാബേജ്, കോളിഫ്ലവർ, ബ്രൊക്കോലി, തണ്ണിമത്തൻ, വെള്ളരി, വെണ്ട, പയർ, മത്തൻ, ചീര എന്നിവയാണ് ഇവർ പ്രധാനമായും കൃഷി ചെയ്തിരിക്കുന്നത്. അധ്യാപക ദമ്പതികളാണെങ്കിലും പരമ്പരാഗത കർഷകർ കൂടിയാണിവർ. പരീക്ഷണാർത്ഥം നടത്തിയ കൃഷിയിൽ നിന്ന് നല്ല വിളവ് ലഭിച്ചതിലുള്ള സന്തോഷം ഇരുവരും പങ്കുവച്ചു. ഞങ്ങൾ പരമ്പരാഗത കർഷകരാണ്. സർവീസ് കഴിഞ്ഞിട്ടൊന്നും ഇതിലേക്ക് വന്നവരല്ല. അപ്പോൾ ഞങ്ങളിവിടെ വന്ന് ഇവിടെ ഭൂമി എടുത്ത് കൃഷി ചെയ്യാൻ ആരംഭിച്ചു ഇപ്പോഴാണ്. അപ്പോൾ ഭൂമിയൊക്കെ റെഡിയായി വന്നതിന് ശേഷം ഇപ്പോഴാണ് ഈ കൃഷി ആരംഭിച്ചത്. ഇതിൽ പിന്നെ റംബൂട്ടാൻ, അടയ്ക്ക, തെങ്ങ് ഇതെല്ലാം ഇതിൽ ഇടവിള കൃഷിയായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രധാന കൃഷിയായിട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിമനോഹരമാണ് ശാസ്ത്രീയമായി സജ്ജമാക്കിയിട്ടുള്ള കൃഷിയിടം. വിത്തിടൽ മുതൽ കൃഷിയുടെ മുഴുവൻ പരിപാലനവും ഇവർ തന്നെയാണ് നിർവഹിക്കുന്നത്. കൃഷി ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി വിത്തും അതുപോലെ തന്നെ പച്ചക്കറി തൈകളും വളവുമെല്ലാം വിതരണം ചെയ്തുകൊണ്ട് പഞ്ചായത്തിനെ പച്ചക്കറി ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ഒരു ലക്ഷ്യം കൈവരിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സഹായവും ഇവർക്കുണ്ട്. ഇത് പൂർണ്ണമായും ജൈവ രീതിയിലാണ് ഈ കൃഷി നടത്തിയിട്ടുള്ളത്. ഇതൊരു മാതൃകാ തോട്ടമാണ്. ഏകദേശം ഈ പഞ്ചായത്തിലെ മുഴുവൻ പ്രദേശത്തും, തരിശായി കിടക്കുന്ന മുഴുവൻ പ്രദേശത്തും പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കുന്നതിന് പഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായിട്ട് പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു മാതൃകാ കൃഷിത്തോട്ടമാണിതെന്നും ഇതുപോലെയുള്ള കൃഷികളെ പ്രോത്സാഹിപ്പിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദും കൃഷി ഓഫീസർ EM മനോജും പറഞ്ഞു. ന്യൂസ് 18 കോതമംഗലം. കാഴ്ചക്കാർക്ക് ദൃശ്യവിരുന്നൊരുക്കിയ
കാസർഗോഡ് ചെറുവത്തൂർ നിലമംഗലത്തെ മെഗാ തിരുവാതിര കാഴ്ചയിലേക്ക് പോകാം. ക്ഷേത്രം പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ ഭാഗമായാണ് മെഗാ തിരുവാതിര അരങ്ങേറിയത്. കലശ മഹോത്സവത്തിന്റെ ഭാഗമായാണ് മെഗാ തിരുവാതിര സംഘടിപ്പിച്ചത്. കഴകം പരിധിയിലെ 34 ഊരുകളിൽ നിന്നും 200-ന് മുകളിൽ പേരാണ് തിരുവാതിരയിൽ പങ്കെടുത്തത്. കാരിയിൽ തട്ടാത്ത് മധു മാസ്റ്ററാണ് ചുവടുകൾ ചിട്ടപ്പെടുത്തിയത്. കത്തിച്ചു വച്ച നിലവിളക്കിന് ചുറ്റും പരമ്പരാഗത വേഷത്തിലെത്തിയ മലയാളി മംഗമാർ തിരുവാതിരപ്പാട്ടിനൊപ്പം ഒരേ താളത്തിൽ ചുവടുകൾ വച്ചപ്പോൾ കാണികൾക്ക് ദൃശ്യവിരുന്നായി. കൗമാരക്കാർ മുതൽ വിവിധ പ്രായത്തിലുള്ളവർ വരെ തിരുവാതിരയിൽ നിറഞ്ഞാടി. മുന്നൊരുക്കങ്ങളോടെയും ചിട്ടയായ പരിശീലനത്തിന് ശേഷവും നടത്തിയ മെഗാ തിരുവാതിര കാണികളും ഏറ്റെടുത്തു. നെല്ലിക്കാതുരുത്തി കഴകം അന്തിത്തിരിയൻ നിലവിളക്ക് കൊളുത്തിയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ കണ്ണങ്കൈ കുഞ്ഞിരാമൻ, കൺവീനർ വി രമേശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് 18 ചെറുവത്തൂർ. വർക്കലയിൽ വൃദ്ധ മാതാപിതാക്കളെ പുറത്താക്കി മകൾ വീടിന്റെ ഗേറ്റ് അടച്ചു. 2ാം തവണയാണ് മകൾ ഇങ്ങനെ മാതാപിതാക്കളെ പുറത്താക്കുന്നത്. പോലീസ് ഇടപെട്ടിട്ടും ഗേറ്റ് തുറക്കാഞ്ഞതോടെ നാട്ടുകാർ ഗേറ്റ് പൊളിച്ച് വൃദ്ധ ദമ്പതികളെ വീടിനുള്ളിൽ കയറ്റി. വർക്കല ഐരൂർ ത്രിമ്പല്ലൂർ ക്ഷേത്രത്തിന് സമീപം വൃന്ദാവനം വീട്ടിലെ സദാശിവൻ, ഭാര്യ സുഷമ എന്നിവരെയാണ് മകൾ സിജി വീടിന് പുറത്താക്കി ഗേറ്റ് അടച്ചത്. പോലീസ് സ്ഥലത്തെത്തി ആവശ്യപ്പെട്ടിട്ടും ഗേറ്റ് തുറക്കാൻ മകൾ കൂട്ടാക്കിയില്ല. പോലീസ് മതിൽ ചാടിക്കടന്ന് സംസാരിച്ചെങ്കിലും ഇവർ വഴങ്ങിയില്ല. ഇത് 2ാം തവണയാണ് ഇവർ മാതാപിതാക്കളെ പുറത്താക്കി ഗേറ്റ് പൂട്ടുന്നത്. ഇത് 2ാമത്തെ പ്രാവശ്യം. ഒരു 3 ആഴ്ചയ്ക്ക് മുമ്പ് ഇതേപോലെ തന്നെ അവരൊരു 6 മണിയാകുമ്പോൾ അമ്പലത്തിൽ പോകാനായിട്ട് അടുത്തൊരു ക്ഷേത്രമുണ്ട്, ക്ഷേത്രത്തിൽ പോകാനായിട്ട് പോയി തിരിച്ചു വന്നപ്പോൾ ഇതുപോലെ ഗേറ്റ് പൂട്ടിയിരിക്കുന്നു. അങ്ങനെ നാട്ടുകാരും പോലീസൊക്കെ ഇടപെട്ട് ഇവരെ വിളിപ്പിച്ചു ഗേറ്റ് തുറന്നു. അവരന്ന് അകത്ത് കയറി. ഇവളോടൊപ്പം അവിടെ 3 ദിവസം താമസിച്ചു. ഇവരോടുള്ള പ്രതികാര ബുദ്ധി എന്നുള്ള നിലയിൽ കറണ്ടിന് പൈസ അടയ്ക്കില്ല, വൈദ്യുതി ചാർജ് അടയ്ക്കില്ല, വൈദ്യുതി കട്ട് ചെയ്ത് ഇവള് എന്ത് ചെയ്തു, അവരുടെ സഹോദരൻ്റെ വീട്ടിലേക്ക് ഇവള് താമസം മാറി. ഈ അച്ഛനും അമ്മയും കറണ്ടില്ലാതെ 6 ദിവസം അവിടെ കിടന്നു. ഇതുപോലെ നമ്മളെ പോലെ നാട്ടുകാരുടെ ഒപ്പം പറഞ്ഞ് വിവരം പറഞ്ഞപ്പോൾ നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് ഏകദേശം 6000 രൂപ അപ്പോഴും തന്നെ ഇലക്ട്രിസിറ്റിയിൽ ഗൂഗിൾ പേ ചെയ്ത് ഇലക്ട്രിസിറ്റി വിളിച്ചു പറഞ്ഞ് രാത്രി കറണ്ട് എടുത്തു കൊടുക്കും. അപ്പോൾ അങ്ങനെ വരികയാണ്. ഈ ഹിയറിംഗിന് നിന്ന് പോവുകയും വീണ്ടും അവരെ പുറത്താക്കി കേട്ടടച്ചിരിക്കും. സിജിയും മാതാപിതാക്കളും തമ്മിൽ വീടിന്റെ അവകാശം സംബന്ധിച്ച് നേരത്തെ തന്നെ തർക്കമുണ്ടായിരുന്നു. ഒത്തുതീർപ്പിനായി സബ് കളക്ടർ മുമ്പാകെ രക്ഷിതാക്കളും മകളും എത്തിയിരുന്നു. തുടർന്ന് രക്ഷിതാക്കൾക്ക് വീട്ടിൽ താമസിക്കുവാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം അനുവദിച്ച് ഒത്തുതീർപ്പാക്കുകയായിരുന്നു. ഇവിടെ നിന്ന് മടങ്ങിയ മകൾ വീട്ടിലെത്തി അകത്തു കയറി ഗേറ്റ് പൂട്ടി. പോലീസ് ആവശ്യപ്പെട്ടിട്ടും ഗേറ്റ് തുറക്കാതെ വന്നതോടെയാണ് നാട്ടുകാർ ഗേറ്റ് പൊളിച്ച് ഇരുവരെയും വീട്ടിൽ കയറ്റിയത്. മകളുടെ കടബാധ്യത തീർക്കാൻ സ്വന്തം വീട് വിറ്റ ശേഷം മകളുടെ പേരിൽ വാങ്ങിയ വീട്ടിൽ നിന്നാണ് മാതാപിതാക്കളെ പുറത്താക്കിയത്. ഇവർക്ക് മരണം വരെ താമസിക്കാനുള്ള അവകാശവും വീടിന്റെ പ്രമാണത്തിൽ പറയുന്നുണ്ട്. സദാശിവന്റെയും സുഷമയുടെയും ഇളയ മകളാണ് സിജി. 2 ആൺമക്കൾ കൂടെയുണ്ടെങ്കിലും മാതാപിതാക്കളെ ഏറ്റെടുക്കാൻ അവരും തയ്യാറാകുന്നില്ല. ന്യൂസ് 18 വർക്കല. ഗുരുവായൂരിലെത്തുന്ന ഭക്തരിൽ ഏറിയ പങ്കും ഗുരുവായൂരിലെ ആനക്കോട്ട കാണാതെ മടങ്ങുകയില്ല. കേരളത്തിലെ ഏറ്റവും വലിയ നാട്ടാന പരിപാലന കേന്ദ്രമാണ് ഗുരുവായൂർ ആനക്കോട്ടയിലേത്. 38 ആനകളാണ് ഇവിടെയുള്ളത്. ആനകളെ എങ്ങനെ ആരോഗ്യകരമായി പരിപാലിക്കാം എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആനക്കോട്ട. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും വടക്കേക്കാട് പൊന്നാനി റൂട്ടിൽ 3 കിലോമീറ്റർ ദൂരത്താണ് ആനക്കോട്ട. ഓരോ ആനയ്ക്കും 3 പാപ്പാന്മാർ വീതമുണ്ട്. ഓരോ ആനയ്ക്കും ശരീരഭാരം അളന്ന് തിട്ടപ്പെടുത്തിയാണ് ഭക്ഷണം നൽകുന്നത്. മതപ്പാടുള്ള ആനകളെ പ്രത്യേകം പരിചരിച്ച് കെട്ടുതറയിലേക്ക് മാറ്റും. കൃത്യമായ പരിചരണം നടത്തിയാണ് ആനകളെ പരിപാലിക്കുന്നത്. വർഷത്തിലൊരിക്കൽ കർക്കിടക മാസത്തിൽ ആനകളുടെ പരിപാലനത്തിനായി 30 ദിവസം നീണ്ടു നിൽക്കുന്ന സുഖചികിത്സയും നൽകാറുണ്ട്. ഇതിനായി ലക്ഷങ്ങളാണ് ദേവസ്വം ചിലവഴിക്കുന്നത്. ആനകളുടെ ആരോഗ്യം കൃത്യമായി നിരീക്ഷിക്കാനായി ഡോക്ടറുടെ വിദഗ്ധ സംഘം തന്നെ ദേവസ്വത്തിനുണ്ട്.
3 അലോപ്പതി ഡോക്ടർമാരും ഒരു ആയുർവേദ ഡോക്ടറും സംഘത്തിലുണ്ട്. വർഷാവർഷങ്ങളായിട്ട് ആനയ്ക്ക് സുഖചികിത്സയും ആനകളെ പരിപാലിക്കുന്ന രീതിയിൽ വേൾഡിലെ നമ്പർ 1 ആയിട്ട് ആനക്കോട്ട, കേരളത്തിലെ പുന്നത്തൂർ ആനക്കോട്ട, ഗുരുവായൂർ ദേവസ്വം പുന്നത്തൂർ ആനക്കോട്ട തന്നെയാണ്. അതിൽ തർക്കമൊന്നുമില്ല. ആനകളെ അത് നിന്ന് പഠിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ. ആ പഠനത്തിന്റെ വിധേയമായിട്ടൊരു ചെറിയൊരു യൂണിവേഴ്സിറ്റി എന്ന് തന്നെ പറയാം. ആനകളെ പഠിക്കാനുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ ആനക്കോട്ട എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരുപാട് അറിവുകൾ നേടിയെടുക്കാനും അതുപോലെ തന്നെ ഇവിടെ കാഴ്ചക്കാരുണ്ട്, വരുന്നുണ്ട്. ആനകളുടെ സ്ഥിര ഡ്യൂട്ടികളുണ്ട്, പാപ്പന്മാർ ചെയ്യുന്നു. അതിനെ മേൽനോട്ടം വഹിക്കാൻ ഡോക്ടർമാരുണ്ട്, പിന്നെ സ്റ്റാഫുകളുണ്ട്. ആനകളുടെ വ്യായാമത്തിനായി ഒരു കൃത്യസമയം കണക്കാക്കി ആന നടത്തവുമുണ്ട്. ആദ്യം ആനക്കോട്ടയിൽ നിന്നും ക്ഷേത്രത്തിലേക്കായിരുന്നു ആന നടത്തം. സുരക്ഷയുടെ ഭാഗമായി ഇപ്പോൾ ആനക്കോട്ടയ്ക്കുള്ളിൽ തന്നെയാണ് വ്യായാമ നടത്തം. ഗജദിനം പലപ്പോഴും ഗുരുവായൂർ ആനക്കോട്ടയിലാണ് നടത്താറുള്ളത്. ഈ ഘട്ടങ്ങളിൽ പാപ്പാന്മാർക്കുള്ള പരിശീലനവും ശില്പശാലയും നടത്താറുണ്ട്. കുറച്ചും കൂടെ കൃത്യമായിട്ടുള്ള ഒരു ബോധവൽക്കരണ പരിപാടി നടത്തുക എന്നുള്ളതാണ്. ഇപ്പം ജന്തുജന്യ രോഗങ്ങളെക്കുറിച്ച് അവർക്കൊരു അവബോധം സൃഷ്ടിക്കുക, അതുപോലെ നല്ല രീതിയിൽ ആനകളെ സംരക്ഷിച്ച് പരിപാലിച്ചു വരുന്ന കുറച്ച് പാപ്പാൻ മറ്റുള്ളവർക്കൊരു മാതൃക എന്നുള്ള നിലയ്ക്ക് അവരെ ആദരിക്കുക. കാലാകാലങ്ങളിൽ ആനകൾക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ആനകളെ പരിപാലിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ കേന്ദ്രമാണ് ഗുരുവായൂരിലെ ആനക്കോട്ട. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ ഗുരുവായൂരിലെ ആനകളെ എഴുന്നള്ളിപ്പിന് കിട്ടാൻ മത്സരബുദ്ധിയോടെയാണ് വിവിധ ദേശങ്ങളിൽ നിന്നും പൂരക്കമ്മിറ്റിക്കാർ എത്തുക. രാവിലെ 9 മണി മുതൽ 5 മണി വരെയാണ് ആനക്കോട്ടയിലെ സന്ദർശന സമയം. ന്യൂസ് 18. ഇനി വ്യത്യസ്തമായി വിവാഹ വാർഷികം ആഘോഷിച്ച ഒരു ദമ്പതികളെ പരിചയപ്പെടാം. മുക്കത്താണ് ഈ വ്യത്യസ്തരായ ദമ്പതികളുള്ളത്. 8 വർഷത്തോളമായി കുടിവെള്ള പ്രശ്നം നേരിടുന്ന മുക്കം അഗ്നിരക്ഷാ സേനയ്ക്ക് കുടിവെള്ളം എത്തിച്ചാണ് കുറ്റിപ്പാല സ്വദേശികളായ അനിൽകുമാറും ഭാര്യ അരുണയും വ്യത്യസ്തരായത്. മുക്കം അഗ്നിരക്ഷാ സേനയ്ക്ക് 8 വർഷം മുമ്പ് പുതിയ കെട്ടിടം ലഭിച്ചെങ്കിലും കുടിവെള്ള പ്രശ്നം പരിഹരിക്കാതെ തുടരുകയായിരുന്നു. തൊട്ടടുത്ത വീടുകളിൽ നിന്നാണ് ഇവിടേക്ക് കുടിവെള്ളം എത്തിച്ചിരുന്നത്. വർഷങ്ങൾ പഴക്കമുള്ള ഈ ബുദ്ധിമുട്ടിനാണ് വിവാഹ വാർഷിക ദിനത്തിൽ ദമ്പതികൾ പരിഹാരം കണ്ടത്. അനിൽകുമാറിന്റെയും അരുണയുടെയും 25ാം വാർഷികമാണ് മാതൃകാ പ്രവർത്തനത്തിലൂടെ വ്യത്യസ്തമായത്. അഗ്നിരക്ഷാ നിലയത്തിന്റെ മുൻവശത്തുള്ള മുക്കം നഗരസഭയുടെ പൊതുകിണർ വൃത്തിയാക്കി മോട്ടോർ പമ്പും പൈപ്പുകളും സ്ഥാപിച്ചാണ് കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കണ്ടത്. മുൻവർഷവും ഈ ദമ്പതികൾ വിവാഹ വാർഷികത്തോടനുബന്ധിച്ച് മുക്കം അഗ്നിരക്ഷാ സേനയ്ക്ക് രക്ഷാപ്രവർത്തനത്തിനുള്ള സ്ട്രെച്ചർ, റോപ്പും നൽകിയിരുന്നു. ഇത്തവണയും നാടിന്റെ രക്ഷകരായ അഗ്നിരക്ഷാ സേനയ്ക്ക് കുടിവെള്ളം എത്തിച്ചു നൽകാൻ അവസരം ലഭിച്ചതിന്റെ സന്തോഷം ദമ്പതികൾ പങ്കുവച്ചു. നാട്ടുകാരുടെ ജീവൻ രക്ഷിക്കാൻ സദാ പാടുപെടുന്ന ഈ ഫയർഫോഴ്സ് ജീവനക്കാർക്ക് അവർക്ക് കുടിവെള്ളം കൊടുക്കാൻ പറ്റി എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു സന്തോഷമായിട്ട് കാണുന്നു. അതും പ്രത്യേകിച്ചും ഞങ്ങളുടെ ഈ 25ാം വാർഷികം ആഘോഷിക്കുന്ന ഈ ദിവസം തന്നെ അത് ചെയ്യാൻ പറ്റിയാൽ വളരെ സന്തോഷം. ഏറെ നാളത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിച്ചതിന്റെ സന്തോഷത്തിലാണ് അഗ്നിരക്ഷാ നിലയത്തിലെ ജീവനക്കാർ. മുക്കം ഫയർ സ്റ്റേഷനെ സംബന്ധിച്ചോളം മലയോര മേഖലയിൽ രക്ഷാപ്രവർത്തനം വളരെ സജീവമായി പങ്കെടുക്കുന്ന ഒരു സ്റ്റേഷനാണ്. അതോടൊപ്പം ഒരു റീജിയണൽ ട്രെയിനിങ് സെന്ററുമാണ്. വന്നു പോകുന്ന നമ്മുടെ ജീവനക്കാർക്ക് കുടിവെള്ളം ഒരുക്കുക എന്നുള്ള മഹത്തായ കാര്യമാണ് അവർ ചെയ്തിട്ടുള്ളത്. അതിന് അവരുടെ മുക്കം ഫയർ സ്റ്റേഷന്റെ എല്ലാ നന്ദിയും അറിയിക്കും. മുനിസിപ്പാലിറ്റി നമുക്ക് അവരുടെ കിണർ വൃത്തിയാക്കി അതിന് എല്ലാ പ്രൊട്ടക്ഷനും ചെയ്തു തന്നു. നഗരസഭാ കൗൺസിലറുടെ വളരെ ശക്തമായ ഇടപെടലാണ് ഈ ഒരു നമുക്ക് കുടിവെള്ള പ്രശ്നം ഏറ്റവും ഒരു വലിയ പ്രശ്നത്തിന് പരിഹാരമായിട്ടുള്ളത്. കേക്ക് മുറിച്ചും മധുരം പങ്കുവച്ചുമെല്ലാം നടന്ന ചടങ്ങ് ഡിവിഷൻ കൗൺസിലർ ജോഷില സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ഇടപെട്ടെങ്കിലും സാങ്കേതിക തടസ്സമുണ്ടായെന്നും തുടർന്നാണ് സ്പോൺസർഷിപ്പിലൂടെ പ്രശ്നം പരിഹരിക്കാൻ നീക്കം നടത്തിയതെന്നും ജോഷില സന്തോഷ് അറിയിച്ചു. മോട്ടോർ പമ്പ് സെറ്റിന്റെ സ്വിച്ച് ഓൺ അനിൽകുമാർ അരുണ ദമ്പതികൾ നിർവഹിച്ചു. ചടങ്ങിൽ സ്റ്റേഷൻ ഓഫീസർ എം അബ്ദുൽ ഗഫൂർ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് 18 മുക്കം. ഇനി നമ്മൾ പോകുന്നത് ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ്. എന്തൊക്കെയാണ് ബജറ്റിൽ നമ്മെ കാത്തിരിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ഇന്നലെ നടന്ന സാമ്പത്തിക സർവേ എന്തൊക്കെ സൂചനകൾ നൽകുന്നുണ്ട്, ഇന്നലെ പാർലമെന്റിൽ വെച്ച സാമ്പത്തിക സർവേ റിപ്പോർട്ട്, ഇതൊക്കെ വിശദമായി നമുക്ക് നോക്കാം. ഒരിടവേളയ്ക്ക് ശേഷം ഈ ദിവസത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് മടങ്ങിയെത്താം.